എല്ലാവർക്കും നമസ്കാരം. 2026 പുതുവർഷം വരികയാണ്. ഈ പുതുവർഷത്തിൽ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ ആഡംബര ജീവിതമൊക്കെ കൂടുതലായിട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. കർമ്മകുശലതയൊക്കെ ഈ നാളുകാരിൽ കൂടുതലായിട്ടൊക്കെ കണ്ടുവരുന്നതാണ്. പ്രണയചാബല്യമൊക്കെ ഈ നാളുകാരുടെ ഒരു കൂടപ്പിറപ്പാണ് എന്ന് തന്നെ പറയാം. സ്നേഹത്തോടെ പെരുമാറാനുള്ള കഴിവുണ്ട്. വിനയം, സത്യസന്ധത എന്നീ കാര്യങ്ങളിലൊക്കെ ഈ നാളുകാർ കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് കോപം വരുന്ന ഒരു നാളുകാരാണ്. ഭക്ഷണപ്രിയരാണ് ഈ നാളുകാർ. ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നവരാണ്. എന്നാൽ ഇവർക്ക് ആ സുഹൃത്തുക്കളെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു കഴിവ് കാണണം എന്നില്ല. ദാമ്പത്യ ജീവിതം കാർത്തിക നാളുകാർക്ക് അത്ര ഒരു സന്തോഷകരമായി കാണുന്നില്ല. വഞ്ചനയും ചതിവുമൊന്നും ഈ നാളുകാർക്ക് തീർത്തും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടായാൽ മുഖം നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. സ്വന്തം ജീവിതത്തിൽ നിന്നും സന്തോഷകരമായ ഒരു ജീവിതം ഈ നാളുകാർക്ക് എപ്പോഴും ഉണ്ടാകണമെന്നില്ല. മാതാപിതാക്കളിൽ നിന്നും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സന്തോഷം ഈ നാളുകാർക്ക് കിട്ടാനും സാധ്യതയില്ല. ഈശ്വരവിശ്വാസമൊക്കെ വളരെയധികം ഉള്ളതാണ് കാർത്തിക നക്ഷത്രക്കാർ. എന്നാൽ ഇവർ ഒരിക്കലും ഒരു അന്ധവിശ്വാസികളായിരിക്കില്ല. ഉപകാരസ്മരണ ഈ നാളുകാർ കാണിക്കാറില്ല. പൊതുവെ സ്വന്തം വീടിനോട് സ്നേഹവും അതുപോലെ സൗന്ദര്യബോധവും അഭിമാനവും ഒക്കെ ഈ നാളുകാർക്ക് കൂടുതലായിരിക്കും. ആരെങ്കിലും തന്നെ തിരസ്കരിച്ചാൽ അവരെ ഒരിക്കലും ഇവർ തിരിഞ്ഞു നോക്കാറുമില്ല. ഇതൊക്കെയാണ് കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ. 2026 ജനുവരി ഫെബ്രുവരി മാസം ഈ നാളുകാർക്ക് വളരെയധികം അനുകൂലമായ കാലമാണ്. ഉദ്ദിഷ്ട കാര്യമൊക്കെ സാധിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഭൂമി സംബന്ധമായ തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതാണ്. ജനുവരി ഫെബ്രുവരി മാസത്തിൽ തൊഴിലിൽ പുരോഗതിയൊക്കെ കാണുന്നുണ്ട്. ക്രയവിക്രയങ്ങളിലൊക്കെ ഏർപ്പെട്ടാൽ വിജയം ഉണ്ടാകുന്നതാണ്. ദൂരയാത്രകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. ആഭരണങ്ങൾ, വസ്ത്രങ്ങളൊക്കെ വാങ്ങുന്നതിനുള്ള യോഗവും ജനുവരി ഫെബ്രുവരി മാസത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ബന്ധുജനങ്ങളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ ഇടയുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യവും പൊതുവെ തൃപ്തികരമായിരിക്കും. അനാവശ്യമായ ഉൾഭീതി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് അവർക്ക് അംഗീകാരം, പ്രശസ്തി എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. ഒന്നാം മനസ്സിൽ നിന്ന് ആകുല ചിന്തകളൊക്കെ കളയണം. ഇല്ലെങ്കിൽ മനസ്സെപ്പോഴും അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്നതാണ്. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് സമയത്തേക്കെങ്കിലും മാറി നിൽക്കേണ്ടതായ അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതാണ്. സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടതായി വരുന്നതാണ് ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ. കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷിയിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്ന ഒരു ലാഭം ലഭിക്കണം എന്നില്ല. ഉദ്യോഗസ്ഥരും മേലധികാരികളിൽ നിന്ന് അപ്രീതികരമായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ധനസ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നതാണ്. എന്നാൽ പിടിവാശിയൊക്കെ കാണിക്കുന്നത് മൂലം പലവിധ വിഷമതകൾ ഒക്കെ ഈ സമയത്തുണ്ടായേക്കാം. കലാകാര്യങ്ങളിലൊക്കെ താല്പര്യം ഈ സമയത്ത് കൂടുന്നതാണ്. ഇനി മാർച്ച് ഏപ്രിൽ മാസം ജീവിതത്തിൽ പൊതുവെ സംതൃപ്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കാർഷിക വിഭവങ്ങളിൽ നിന്നും ആദായം ഒക്കെ ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളോട് നീതി പുലർത്താൻ കഴിഞ്ഞെന്ന് വരികയില്ല ഈ സമയത്ത്. മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒറ്റപ്പെടുന്ന ഒരു അവസരങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഭൂമി സംബന്ധമായ ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാനൊക്കെ ഇടയുണ്ട് മാർച്ച് ഏപ്രിൽ മാസത്ത്. വിവാഹബന്ധവും അല്പം ശ്രദ്ധിക്കണം. ഈ സമയത്ത് വിവാഹബന്ധം അത്ര ഒരു ശോഭനമായിട്ട് കാണുന്നില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിലൊക്കെ ചെറിയ അകൽച്ചകളൊക്കെ കാണുന്നുണ്ട്. നാൽക്കാലി ഒക്കെ വളർത്തുന്ന കർഷകർക്ക് അതിനൊക്കെ ചിലപ്പോൾ നഷ്ടമൊക്കെ ഉണ്ടായേക്കാം. അവ്യക്തമായ ഇടപാടുകളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് ആ രോഗങ്ങളിൽ നിന്ന് മുക്തിയൊക്കെ ഉണ്ടാകുന്നതാണ്. സന്താന ഗുണം ഈ സമയത്ത് ലഭിക്കുന്നതാണ്. അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും സ്ഥലത്തിൽ നിന്ന് പണമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ സമയത്ത്. സ്വന്തം വാക്കിലൂടെ എതിർഭാഗത്ത് നിൽക്കുന്നവരെ പോലും നമ്മുടെ സ്വന്തം സ്വാധീന വലയത്തിലാക്കാൻ ഈ സമയത്ത് കഴിയുന്നതാണ്. എന്നാൽ ഉറ്റ സുഹൃത്തുക്കളുമായി
ഈ സമയത്ത് അകലേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാം. മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഊഹക്കച്ചവടത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അതുപോലെ ജീവിത പങ്കാളിക്ക് സംശയം തോന്നുന്ന ഒരു കാര്യവും മാർച്ച് ഏപ്രിൽ മാസത്തിൽ ചെയ്യരുത്. ദൂരയാത്രകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. അടുത്ത മെയ് ജൂൺ മാസമാണ്. മെയ് ജൂൺ മാസത്തിൽ കർമ്മരംഗത്ത് പ്രതീക്ഷയിൽ കവിഞ്ഞൊരു നേട്ടമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ചില അപവാദങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം. അനാവശ്യ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ധനനഷ്ടത്തിനും യോഗം കാണുന്നുണ്ട്. ക്രയവിക്രയങ്ങളിലൊക്കെ ലാഭമുണ്ടാകും. എന്നാൽ ഊഹക്കച്ചവടത്തിൽ നിന്ന് ഈ സമയത്ത് ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. കോടതി കേസൊക്കെ ഉള്ളവരാണെങ്കിൽ മെയ് ജൂൺ മാസത്തിൽ അനുകൂലമായ വിധിയൊക്കെ പ്രതീക്ഷിക്കാം. പൊതുജനങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. മാതാവിൻ്റെ സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കം ബന്ധങ്ങളെ തമ്മിൽ ചിലപ്പോൾ അകറ്റിയേക്കാം. അന്യാധീനമായിരിക്കുന്ന കൃഷിഭൂമിയൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ദാമ്പത്തിക ജീവിതത്തിൽ ചെറിയ സ്വരച്ചേർച്ചകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെ കാര്യത്തിലും അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. കുടുംബ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ് മെയ് ജൂൺ മാസം. ആവശ്യമില്ലാത്ത എടുത്തുചാട്ടങ്ങളൊക്കെ ദോഷഫലങ്ങളൊക്കെ ചെയ്യുന്നതാണ്. യാത്രകളൊക്കെ കൂടുതൽ ചെയ്യേണ്ടി വരും. എങ്കിലും ആ യാത്രയിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു നേട്ടം ഉണ്ടാകണമെന്നില്ല. സ്ത്രീകളോടൊക്കെ കാണിക്കുന്ന അടുപ്പം ചിലപ്പോൾ അപവാദങ്ങൾക്കൊക്കെ ഇടവരുത്തുന്നതാണ്. വ്യാപാരികൾക്കാണെങ്കിൽ വളരെയധികം ഗുണകരമാണ് മെയ് ജൂൺ മാസം. അതുപോലെ നമുക്ക് അറിവില്ലാത്ത ഒരു കാര്യങ്ങളിലും ഈ സമയത്ത് അഭിപ്രായമൊന്നും പറയാൻ പോകരുത്. വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ വിദേശ ജോലിക്കുള്ള യോഗമൊക്കെ മെയ് ജൂൺ മാസത്തിൽ കാണുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് ബാധ്യതകളൊന്നും ഏറ്റെടുക്കരുത്. ജൂലൈ ആഗസ്റ്റ് മാസം മാതാവിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. സ്വന്തം ബന്ധുക്കളുടെയൊക്കെ പ്രവൃത്തി മൂലം മനോവിഷമമൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ സുഹൃത്തുക്കളുടെ കാര്യത്തിലും ശ്രദ്ധ കൊടുക്കണം, അല്ലെങ്കിൽ ചതിയിലൊക്കെ പെടാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്തെ ഉയർച്ചയും ധനലാഭവും ഒക്കെ ജൂലൈ ആഗസ്റ്റ് മാസം ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്തൊക്കെ കൂടുതൽ പരീക്ഷണങ്ങളെയൊക്കെ നേരിടേണ്ടതായി വരും. എന്നാലും കർമ്മരംഗം വളരെയധികം ഗുണകരമായിരിക്കും. നാൽക്കാലികളിൽ നിന്നൊക്കെ ലാഭം കർഷകർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കലാകാരന്മാർക്കും അനുകൂലമായ കാലമാണ്. വസ്തു, വാഹനം എന്നിവയുടെയൊക്കെ യോഗം കാണുന്നുണ്ട്. സ്വന്തം സുഖസൗകര്യത്തിനൊക്കെ വേണ്ടി ഈ സമയത്ത് പണമൊക്കെ ചിലവഴിക്കേണ്ടതായി വരുന്നതാണ്. നിലനിൽപ്പിനൊക്കെ വേണ്ടി എന്ത് കാര്യവും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സമയം കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസം. അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അല്പം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അപവാദമൊക്കെ കേൾക്കാനിട വരുന്നതാണ്. പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പദവിയും അംഗീകാരവും ഒക്കെ ലഭിക്കുന്നതാണ്. അകന്നൊക്കെ നിന്നവർ ഈ സമയത്ത് അടുത്തു കൂടുവാനൊക്കെ ഒരു സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുടെയൊക്കെ സഹായം അല്പം ആശ്വാസത്തിനൊക്കെ ഇടവരുത്തുന്നതാണ്. ശത്രുക്കളായിട്ടൊക്കെ ഇരുന്നവർ പോലും മിത്രങ്ങളായിട്ടൊക്കെ മാറുന്ന ഒരു സമയമാണ്. ധനസ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. കർമ്മമേഖലയിലൊക്കെ പുരോഗതി കാണുന്നുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികമായി ഇടപെടുന്നതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. മാതാപിതാക്കളുടെ പൈതൃക സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കേണ്ട ഒരു സമയമാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മനസാക്ഷിക്കൊക്കെ വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഈ സമയത്തൊരു പ്രേരണയുണ്ടാകും. അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്താൽ അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികളൊക്കെ നേരിടേണ്ടതായി വരുന്നതാണ്. ചില അപകട സാധ്യതകളൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട്. വൈദ്യുതി, തീയ എന്നിവയൊക്കെ കൊണ്ട് ജോലിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രവർത്തന രംഗത്തെ ആത്മാർത്ഥത കാണിക്കുമെങ്കിലും ആത്മാർത്ഥത കൊണ്ട് വേണ്ടത്ര ഒരു പ്രയോജനം സെപ്റ്റംബർ ഒക്ടോബർ മാസം ലഭിക്കണമെന്നില്ല. സാമ്പത്തിക ഇടപാടുകളിൽ എത്ര ശ്രമിച്ചാലും ഒരു നീതി പുലർത്താൻ കഴിയണമെന്നില്ല. ഈ സമയത്ത് ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകാനും സാധ്യതയുണ്ട്. ഇഷ്ടജനങ്ങളുടെയൊക്കെ ഒരു വിയോഗം മനസ്സിനെ ചിലപ്പോൾ അസ്വസ്ഥമാക്കിയേക്കാം. മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. അകാരണമായ തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ട് വളരെയധികം പരിശ്രമം വേണ്ടിവരുന്നൊരു സമയമാണ്. ഈ സമയത്ത് നവഗ്രഹ പ്രീതിയൊക്കെ നേടുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. നവംബർ ഡിസംബർ മാസങ്ങളിൽ ആരോഗ്യകാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. ഉദര സംബന്ധമായ ചില ചെറിയ അസുഖങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. സ്വന്തം പ്രവർത്തികളൊക്കെ മൂലം ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ ചിലപ്പോൾ അകന്നു പോകാനും സാധ്യതയുണ്ട്.
പ്രവർത്തന രംഗത്തൊക്കെ മുന്നേറ്റം കാണുന്നുണ്ട്. സാമ്പത്തിക നിലയൊക്കെ കൂടുതൽ മെച്ചപ്പെടുന്നതാണ്. പുതിയ വീടൊക്കെ പണിയുകയോ പുതുക്കി പണിയുകയോ ഒക്കെ ചെയ്യുന്നതാണ്. മാതാപിതാക്കളുടെ ഒന്നും വിരോധം സമ്പാദിക്കരുത്. സ്വന്തം നിലനിൽപ്പിനൊക്കെ വേണ്ടി വളരെയധികം കഠിന പ്രയത്നം ആവശ്യമായി വരുന്ന സമയമാണ്. വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികൾക്കൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. കുടുംബാന്തരീക്ഷം പൊതുവെ സന്തോഷകരമായിരിക്കും. ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലുണ്ടെങ്കിലും ഈ കൂട്ടു ബിസിനസ്സൊക്കെ നടത്തുന്നവർ അല്പം ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ നഷ്ടത്തിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ധനസമ്പാദന മാർഗമൊക്കെ ഈ സമയത്ത് മെച്ചപ്പെടുന്നതാണ്. വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് നവംബർ ഡിസംബർ മാസത്ത് വിദേശ ജോലിക്കൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. മാതാവിൽ നിന്നുള്ള ഗുണമൊക്കെ ലഭിക്കുന്നതാണ്. വർഷാവസാനമാകുമ്പോഴേക്കും കൂടുതൽ അനുകൂലമായ സമയമാണ്. ധനലാഭം, ജീവിത വിജയം എന്നിവയൊക്കെ വർഷാവസാനം ഉണ്ടാകുന്നതാണ്. ജല സംബന്ധമായ യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുക. ഈ നവംബർ ഡിസംബർ മാസത്തിൽ കൂട്ടുകച്ചവടം അല്ലെങ്കിൽ ഊഹക്കച്ചവടത്തിൽ നിന്നും ലാഭമൊക്കെ ഉണ്ടാകുന്നതാണ്. 2026 കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക, പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക. അതുപോലെ ശ്രീകൃഷ്ണ പ്രീതി നേടുകയും ചെയ്താൽ സർവ്വ ദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്. 2026 പുതുവർഷം നിങ്ങൾക്ക് എല്ലാം കൊണ്ടും വളരെയധികം ഗുണകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.